എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമാകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. നമ്മുടെ എല്ലാ ഇൻവെസ്റ്റേഴ്സിനോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, വയനാട് നമ്മുടെ മനസ്സിലൊരു ദുഃഖമാണ്. അപ്പോൾ വയനാടിൽ എല്ലാം നഷ്ടപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കൈ അയച്ച് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അത് തീർച്ചയായിട്ടും വ്യക്തികളിൽ കൂടിയല്ല, മറിച്ച് ഗവൺമെൻറ് അനൗൺസ് ചെയ്ത രീതിയിലുള്ള ഗവൺമെൻറ് എൻറ്റിറ്റിയിൽ കൂടെ എല്ലാവരും വയനാട്ടിലത്തെ ജനങ്ങൾക്ക് വേണ്ടി കൈ അയച്ച് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇനി നമുക്ക് മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കാം. US ഫെഡിൻ്റെയും ബാങ്ക് ഓഫ് ജപ്പാൻ്റെയൊക്കെ ഡിസിഷൻ വന്നു കഴിഞ്ഞു. ബാങ്ക് ഓഫ് ജപ്പാൻ അഗ്രസീവായിട്ടാണ് റേറ്റ് ഹൈക്ക് നടത്തിയിട്ടുള്ളത്. 0.25 എക്സ്പെക്റ്റ് ചെയ്ത റേറ്റിൻ്റെ ഹയർ ലെവലിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അടുത്ത ഹൈക്കുകളും വലിയ രീതിയിലായിരിക്കും എന്ന തരത്തിലുള്ള ഇൻഡിക്കേഷനാണ് ബാങ്ക് ഓഫ് ജപ്പാൻ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് അവിടെ റിയൽ എസ്റ്റേറ്റ് സ്റ്റോക്കുകളൊക്കെ വളരെ താഴെയാണ്. ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുമ്പോൾ തീർച്ചയായിട്ടും നെഗറ്റീവ്ലി ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്ന റിയൽ എസ്റ്റേറ്റ് സെക്ടറിനൊക്കെയാണ്. ഒപ്പം ജപ്പാനിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനികളും സ്ലൈറ്റ് നെഗറ്റീവ് സെൻറ്റിമെൻറ്റിലാണെന്ന് ജപ്പാനിൽ ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ രീതിയിലുള്ള ഹൈക്ക് വരികയാണെങ്കിൽ ജാപ്പനീസ് യെൻ ക്യാരി ട്രേഡൊക്കെ അൺവൈൻഡ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് വലിയ രീതിയിൽ. അല്ലെങ്കിൽ പോലും അതിൻ്റെ ഒരു വൊളാറ്റിലിറ്റിയൊക്കെ നമുക്ക് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ US ഫെഡിൻ്റെ ഡിസിഷൻ നോക്കുകയാണെങ്കിൽ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് സെപ്റ്റംബർ മുതൽ പലിശ നിരക്ക് കുറയ്ക്കും എന്നുള്ള ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ഇത് എക്സ്പെക്റ്റ് ചെയ്ത രീതിയിലുള്ളൊരു ഡിസിഷൻ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇന്നലെ ടെക് റാലി വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് അമേരിക്കയിൽ. മൈക്രോസോഫ്റ്റ് മാത്രമാണ് റാലിയിൽ പങ്കെടുക്കാത്തത്. മറ്റെല്ലാ ടെക്നോളജി സ്റ്റോക്കുകളും നല്ല രീതിയിൽ റാലി ചെയ്തിരിക്കുകയാണ്. ആഫ്റ്റർ അവേഴ്സിൽ മെറ്റാ പ്ലാറ്റ്ഫോമിൻ്റെ റിസൾട്ട് വന്നിരുന്നു. ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് ആണ് റിസൾട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മെറ്റിയും ആഫ്റ്റർ അവേഴ്സിൽ അറൗണ്ട് 4-5% ബെറ്ററാണ്. ഇതും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇന്ന് അമേരിക്കൻ മാർക്കറ്റിലും ഒരു പോസിറ്റീവ് സെൻറ്റിമെൻ്റ് ആണ് ഉണ്ടാകാൻ പോകുന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഏഷ്യൻ മാർക്കറ്റിലുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. യൂറോപ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഇന്നലത്തെ യൂറോപ്യൻ ട്രെൻഡുകളെല്ലാം തന്നെ പോസിറ്റീവാണ്. ഒപ്പം കമോഡിറ്റി സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ കമോഡിറ്റിയിൽ ഇന്നലെ ഗോൾഡ് ഓഗസ്റ്റ് ഫ്യൂച്ചേഴ്സ് $2,512.8 വരെ ഉയർന്നിരുന്നു. ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്ന $2,494 പെർ ഔൺസ് ആണ്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഗോൾഡ് വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്യുന്നുള്ളൊരു കാര്യമാണ്. ഒപ്പം ക്രൂഡ് ഓയിലും ഇന്നലെ റാലി ചെയ്തിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ഇഷ്യൂ ആണ്. അത് വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ക്രൂഡ് ഓയിലിനും ഗോൾഡിനാണ് ഇതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കോഷ്യസ് ആയിരിക്കണം. മറ്റ് കമോഡിറ്റികളെല്ലാം തന്നെ ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് മോർണിംഗിലും ഓൾമോസ്റ്റ് ആ ലെവലിൽ അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ജാപ്പനീസ് മാർക്കറ്റ് അറൗണ്ട് 2% താഴെയാണെന്ന് മേജറായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള റിയൽ എസ്റ്റേറ്റ് സ്റ്റോക്കുകളിലുള്ള സെല്ലിംഗ് പ്രഷറാണ്. അതോടൊപ്പം തന്നെ ചൈനയിൽ കേക്സിൻ PMI അവിടുത്തെ MSME സെഗ്മെൻറ്റിൽ അതിൽ മെജോറിറ്റി ഇൻഡസ്ട്രിയുടെ മാനുഫാക്ചറിങ് ഡാറ്റയാണ് വന്നിരിക്കുന്നത്. ബിലോ എക്സ്പെക്റ്റേഷൻസ് ആണ് ജൂലൈയിൽ വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയ നെഗറ്റീവ് ഇമ്പാക്റ്റ് ചൈനീസ് മാർക്കറ്റിലുണ്ട്. വലിയ രീതിയിലുള്ള ക്രാഷൊന്നുമില്ല. അപ്പം നമ്മുടെ Q1 റിസൾട്ടുകളാണ് മേജർ ഇൻഫ്ലോസ്. തീർച്ചയായിട്ടും നല്ല റിസൾട്ടുകൾ കാഴ്ചവെച്ചിട്ടുള്ള സ്റ്റോക്കുകളിലൊക്കെ ഒരു മുന്നേറ്റം കണ്ടേക്കാം. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള പോലെ കഴിഞ്ഞ ദിവസങ്ങളിലെ പോഡ്കാസ്റ്റിൽ സൂചിപ്പിച്ചിട്ടുള്ള മാർക്കറ്റ് ഹൈ PEയിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹയർ ലെവലിൽ കുറേ പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. എന്നിരുന്നാലും Q1 റിസൾട്ടുകളിൽ എക്സലൻറ്റ് റിസൾട്ട് കാഴ്ചവെച്ചിട്ടുള്ള സ്റ്റോക്കുകൾ, അതുപോലെ തന്നെ പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉള്ള സ്റ്റോക്കുകളൊക്കെ വീണ്ടും മുന്നേറാനുള്ള ചാൻസസ് തന്നെയാണ് കാണുന്നത്. ഇനി നമുക്ക് മുന്നിലുള്ള മേജർ ഇവൻറ്റുകൾ എന്ന് പറയുന്നത് 4 അസംബ്ലി ഇലക്ഷനാണ് ഒക്ടോബറിൽ. അതുപോലെ തന്നെ നവംബറിൽ US പ്രസിഡൻഷ്യൽ ഇലക്ഷനുമാണ്. ഈ 2 ഇവൻറ്റുകളാണ് മേജർ ഇവൻറ്റുകൾ. അതിന് മുന്നോടിയായിട്ട് Q1 റിസൾട്ടുകളുണ്ട്. ഒപ്പം Q2 റിസൾട്ടുകളും നമുക്ക് അതിന് മുന്നോടിയായിട്ട് ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിൽ 3 ഇവൻറ്റുകൾ Q2 റിസൾട്ട്, Q1 കഴിഞ്ഞാൽ
ക്വാർട്ടർ റിസൾട്ടുകൾ, ഒക്ടോബറിൽ വരുന്ന അസംബ്ലി ഇലക്ഷൻസ്, അതുപോലെ തന്നെ നവംബറിലത്തെ US പ്രസിഡൻഷ്യൽ ഇലക്ഷൻസ്. തീർച്ചയായിട്ടും നമ്മുടെ എക്കണോമിക് ഫ്രണ്ടിൽ നിന്ന് വരുന്ന ന്യൂസുകളെല്ലാം തന്നെ പോസിറ്റീവ് ആണ്. ക്വാർട്ടർ 1-ലത്തെ ഫിസിക്കൽ ഡെഫിസിറ്റ് ഒക്കെ 8.1% ഉള്ളൂ. ബഡ്ജറ്റഡ് ലെവലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വളരെ വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ന്യൂസാണ് ഇന്ത്യയുടെ ഫിസിക്കൽ സിറ്റുവേഷനെ കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ട്രക്ചറലി ഫണ്ടമെൻ്റലി നമ്മുടെ എക്കണോമി വളരെ സ്ട്രോങ് പൊസിഷനിലാണ്. ഇനി കോർപ്പറേറ്റുകൾ അവരുടെ സ്പെൻഡിങ് കൂട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും GDP ഗ്രോത്തും മുന്നോട്ട് പോകും. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് തന്നെയാണ് മാർക്കറ്റിൽ നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ കാത്തലിസ് റിയം ബാങ്ക് ഒന്ന് വാച്ച് ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം അവരുടെ പ്രൊമോട്ടർ പ്രേംവാത്സ ഗ്രൂപ്പ് ഫെയർഫാക്സ് ആണ് IDBI സ്റ്റേക്ക് ബൈങ്ങിനായിട്ട് മുന്നിട്ട് നിൽക്കുന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഈ കാത്തലിസ് റിയം ബാങ്ക് ഭാവിയിൽ IDBI ലിമിറ്റഡ് ആയിട്ട് മെർജ് ചെയ്ത് പോയേക്കാം. ഇവർ അക്വയർ ചെയ്യുകയാണെങ്കിൽ പോസിറ്റീവ് ന്യൂസാണ് കാത്തലിസ് റിയം ബാങ്കിനെ സംബന്ധിച്ച്. ഭാരത് ഫോർജിൻ്റെ സബ്സിഡിയറിക്ക് ഡിഫൻസ് ലൈസൻസ് കിട്ടിയിട്ടുണ്ട്. വിവിധ ഡിഫൻസ് എക്യുപ്മെൻറ്റുകളും അതുപോലെ തന്നെ ആംസൊക്കെ ഉണ്ടാക്കാനാണ്. ഓൾറെഡി ഭാരത് ഫോർജ് ഡിഫൻസ് റിലേറ്റഡ് സെഗ്മെൻ്റ് ഉള്ള ഒരു കമ്പനിയും കൂടി തന്നെയാണ്. ട്രെൻഡും ഭാരത് ഇലക്ട്രോണിക്സും നിഫ്റ്റിയിൽ എൻട്രി ചെയ്യുന്നതാണ് പറയുന്നത്. സെപ്റ്റംബറിലുള്ള റീസ്ട്രക്ചറിങ്ങിൽ LNT മൈൻട്രിയും അതുപോലെ തന്നെ DV's ലാബും ഒരുപക്ഷെ നിഫ്റ്റി 50യിൽ നിന്ന് പുറത്തു പോകാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. ഇന്നലെ വന്നിട്ടുള്ള ക്വാർട്ടർ 1 റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ അഡാനി പവർ എക്സലൻ്റ് റിസൾട്ടാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ആസ്റ്റർ മെഡിസിറ്റി, ടാറ്റ സ്റ്റീലൊക്കെ ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് റിസൾട്ടുകൾ തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള റിസൾട്ടുകൾ നല്ല രീതിയിൽ കാഴ്ചവെച്ചിട്ടുള്ള സ്റ്റോക്കുകളിലൊക്കെ ഇന്നും ഒരു പോസിറ്റീവ് മൊമെൻ്റ് ഉണ്ടാവാം. ഒപ്പം ഇന്ന് ധാരാളം റിസൾട്ടുകൾ വരുന്നുണ്ട്. അഡാനി എൻ്റർപ്രൈസ് ഉണ്ട്, ടാറ്റ മോട്ടോഴ്സ് ഉണ്ട്, ITC ഉണ്ട്. ഇത്തരത്തിലുള്ള കമ്പനികളുടെ റിസൾട്ട് തീർച്ചയായിട്ടും അതിൻ്റേതായ ഇമ്പാക്റ്റ് അതാത് സ്റ്റോക്ക് പ്രൈസസിലൊക്കെ ഉണ്ടാക്കാനുള്ള ചാൻസസ് ആണ്. പ്രത്യേകിച്ച് ടാറ്റ മോട്ടോർ ഡീമർജറും കൂടി അനൗൺസ് ചെയ്തിട്ടുള്ളൊരു കമ്പനിയാണ്. 1:1 ആണ് റേഷ്യോ. അപ്പോൾ ഈ വർഷം തന്നെ ഡീമർജർ ഗെയിനും ടാറ്റ മോട്ടോർ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ വേദാന്ത ലിമിറ്റഡ് 75% ക്രെഡിറ്റേഴ്സിൻ്റെയും അപ്രൂവൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഏത് ദിവസം വേണമെങ്കിലും പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് വന്നേക്കാം. എക്സ്ചേഞ്ചുകളുടെ നോഡ് കിട്ടിക്കഴിഞ്ഞാൽ NCLTയിൽ പോവും. 3 to 6 മന്തിനുള്ളിൽ റീസ്ട്രക്ചറിങ് കഴിയും, ഡീമർജർ കഴിയും. 100 ഷെയറുള്ള ഷെയർ ഹോൾഡേഴ്സിന് 600 ഷെയർ ലഭിക്കും വിവിധ കമ്പനികളിലായിട്ട്. തീർച്ചയായിട്ടും ഈ എല്ലാ ഷെയറിൻ്റെയും വാല്യൂ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ റേറ്റിനേക്കാളും വളരെ കൂടുതലായിരിക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണുള്ളത്. അതുകൊണ്ട് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഡീമർജർ ഗെയിൻ ആഗ്രഹിക്കുന്ന ഇൻവെസ്റ്റേഴ്സിൻ്റെ മാർക്കറ്റ് വോളാറ്റിലിറ്റിയിൽ താഴെ വരുന്ന സമയത്ത് വേദാന്ത ലിമിറ്റഡ് വാങ്ങുന്നത് നന്നായിരിക്കും. അപ്പോൾ വളരെ കോഷ്യസായിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. ക്വാർട്ടർ 1 റിസൾട്ടുകൾ വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ ഗ്ലോബൽ വോളാറ്റിലിറ്റി ഒന്ന് വാച്ച് ചെയ്യുന്നത് നന്നായിരിക്കും. വളരെ കോഷ്യസായിട്ട് പോവുക. മാർക്കറ്റ് വോളാറ്റിലിറ്റിയിൽ താഴെ വരുമ്പോൾ നമ്മൾ ലോങ് ടൈമിലേക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ പ്രത്യേകിച്ച് പവർ സെക്ടർ ഷെയർസ്, അതുപോലെ തന്നെ പവർ റിലേറ്റഡ് ഷെയർസുകൾ, ഡാറ്റാ സെൻറ്റർ ബിസിനസ്സിലുള്ള കമ്പനികളുടെ ഷെയർസൊക്കെ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ മാർക്കറ്റ് താഴെ വരുമ്പോൾ വാങ്ങുന്നത് നന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു സജഷൻ. അപ്പോൾ എല്ലാവർക്കും നല്ല ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.